യോഗിമുനിസേവിതസിദ്ധമന്ത്രം ദാരിദ്ര്യദുഃഖഭവരോഗവിനാശമന്ത്രം സംസാരസാഗരസമുദ്ധരണൈക മന്ത്രം വന്ദേ മഹാഭയഹരം രഘുരാമമന്ത്രം. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരൂലവാസിനം ഭവയാമി പവമാനനന്ദനം. നമ്മളിങ്ങനെ ഇവരുടെ പിറകെ രാമലക്ഷ്മണന്മാരുടെ പിറകെ ഇങ്ങനെ സീതാന്വേഷണത്തിന് നടക്കുകയാണല്ലോ അല്ലെ. അങ്ങനെ രാമനും ലക്ഷ്മണനും ശബരിയുടെ അഗാധമായ അഭിലാഷങ്ങൾ നിറവേറ്റി. ദേഹം വെടിയുന്ന അവരുടെ ആത്മാവിനെ ആനന്ദപൂർണമാക്കുകയും ചെയ്തു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. വൃദ്ധയായ മോക്ഷാർത്ഥിനി ശബരിയുടെ അമേയമായ അർപ്പണത്തെയും ഭക്തിയെയും സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് അവർ രണ്ട് യുവസിംഹങ്ങളെപ്പോലെ, ആ ഒരു അവതരണം നോക്കിക്കോ, യുവസിംഹങ്ങളെപ്പോലെ നമ്മുടെ കൺമുന്നിൽ കാണുന്നില്ലേ അവരുടെ ആ യാത്ര. അതാണ് അവരുടെ രൂപം. കാട്ടിലൂടെ അങ്ങനെ നടന്ന് നീങ്ങി താമസിയാതെ അവർ ഋഷമുഖാചലത്തിന്റെ അടുത്തെത്തി. ആ മലനിരയിലൂടെ കുന്നുകൾക്കിടയിൽ കൂടി സുഗ്രീവൻ മന്ത്രിമാരോടും സ്തുതിപാഠകന്മാരോടും കൂടി അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. കുന്നുകളുടെ സമീപത്തേക്ക് നടന്നു വരുന്ന ആ രണ്ട് സഹോദരന്മാരെ സുഗ്രീവൻ കണ്ടു. അവരെ കാണുമ്പോ തന്നെ അവരുടെ കുലീനഭാവവും കാൽ നീട്ടി വെച്ചുകൊണ്ടുള്ള ശക്തിയോടുകൂടിയ നടത്തവും കണ്ട് സുഗ്രീവൻ അത്ഭുതപ്പെട്ടുപോയി. അവർ ദേവാംശ സംഭവന്മാരാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. തന്റെ വാസസ്ഥാനത്തെ സമീപിക്കുന്ന അപരിചിതന്മാരെ സുഗ്രീവൻ എപ്പോഴും ജാഗ്രതയോടുകൂടിയാണ് ശ്രദ്ധിക്കാറ് പതിവ്. കാരണം തന്റെ ജ്യേഷ്ഠൻ ബാലി തന്നെ തേടിയെത്തി വധിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചെങ്കുത്തായ പരുക്കൻ പാറകളുടെ ഇടയിലുള്ള തന്റെ താമസ സ്ഥലത്തേക്കുള്ള എല്ലാ വഴികളിലും സുഗ്രീവന്റെ ദൃഷ്ടികൾ ഇങ്ങനെ ആറ് ഭാഗത്തേക്കും കണ്ണുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പാവത്തിന് പേടിച്ചിട്ട് ഈ രണ്ട് അപരിചിതന്മാരുടെ നടപ്പിന്റെ രീതിയും ഭാവവും കണ്ട് അദ്ദേഹം ഭയന്നു. അവർ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും അന്വേഷിച്ചറിയുവാൻ സുഗ്രീവൻ ഉത്കണ്ഠയായി. അദ്ദേഹം ഹനുമാനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ശക്തനായ വീരാ, ഉജ്ജ്വലപ്രകാശം ചൊരിഞ്ഞുകൊണ്ടുവരുന്ന രണ്ടുപേരെ നീ കണ്ടോ? അവരെ കണ്ടോ നീ? ഇനി താമസിക്കരുത് കേട്ടോ, വേഗം പോകും. അവർ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് വന്നതെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും അന്വേഷിക്കൂ. കഴിയുന്നത്ര വിവരം ശേഖരിച്ചു കൊണ്ടുവരൂ. പോകൂ. അവർ ബാല്യാൽ അയക്കപ്പെട്ടവരാണെന്നറിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരടയാളം കാണിക്കണം എനിക്ക്. ഞാൻ അതും കാത്തിരിക്കും. തല നെഞ്ചിലേക്ക് കുനിച്ചാൽ മതി, അതാണ് അടയാളം. അത് കണ്ടാൽ ഞാൻ ഉടനെ ഈ പർവ്വതം വിട്ട് മറ്റൊന്നിലേക്ക് മാറിക്കൊള്ളാം. പാവത്തിന്റെ ഒരു അവസ്ഥ നോക്കിക്കോ. യാദൃശ്ചികമായി ഉണ്ടായേക്കാവുന്ന എല്ലാ അവസ്ഥകളെയും അത് നേരിടുന്നതിനുള്ള പല നിർദ്ദേശങ്ങളും സുഗ്രീവൻ ഹനുമാന് നൽകി. ഹനുമാൻ എന്ത് ചെയ്തു? അതിവേഗം അപരിചിതന്മാരുടെ അരികിലെത്തി വലിയ ആദരവോടെ ആഞ്ജനേയൻ അവരുടെ പാദങ്ങളെ നമസ്കരിച്ചു. ഹനുമാൻ പറഞ്ഞു, അതിശ്രേഷ്ഠമായി പ്രശോഭിക്കുന്നവരെ, ഭവാന്മാർ എന്നിൽ ആശ്ചര്യവും ജിജ്ഞാസയും ഉണർത്തുന്നുവല്ലോ. ഭവാന്മാരുടെ രമണീയ രൂപങ്ങൾ ഒരു അസാധാരണമായ അഭിലാഷത്തോടെ എന്റെ മനസ്സിനെ ആകർഷിക്കുന്നു. അദ്ദേഹം ഒരു വടുവേഷത്തിലാണ് വന്നത്, അത് പറയണ്ടേ. ഒരു വടുരൂപം ധരിച്ചിട്ടാണ് വന്നത് ഇവരുടെ മുമ്പിലേക്ക്, അല്ലാണ്ട് ഈ ഹനുമാന്റെ രൂപത്തിൽ തന്നെ വന്നില്ല. ഭവാന്മാർ വളരെ ചെറുപ്പവും നിഷ്കളങ്കതയും ഉള്ളവരായി തോന്നുന്നു എനിക്ക്. തീർച്ചയായും നിങ്ങൾ കേവല പുരുഷന്മാരല്ല, അതെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലേക്ക് വന്ന നാരായണന്മാരോ നിങ്ങളെന്ന് സംശയിക്കുന്നു ഞാൻ. സേവകരോ വഴികാട്ടികളോ കൂടെ ഇല്ലാതെ നിങ്ങളെ കാട്ടിൽ കൂടി എന്തിനാണ് സഞ്ചരിക്കുന്നത് എന്ന് എന്നോട് പറയാമോ എന്ന് ചോദിച്ചു. വളരെ വിനയത്തോടും ആദരവോടും കൂടിയാണ് ഹനുമാൻ അവരോട് ചോദിച്ചത്. ഹനുമാന്റെ ഭക്തിയും വിനയവും രാമൻ വിലയിരുത്തി. മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മന്ദഹാസം കളിയാടിയിരുന്നു. അയോധ്യയിലെ ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ് ഞങ്ങൾ. പിതാവിന്റെ ആഗ്രഹം അനുസരിച്ചാണ് ഞങ്ങൾ ഈ വനത്തിലേക്ക് പ്രവേശിച്ചത്. ഇവൻ എന്റെ അനുജൻ ലക്ഷ്മണൻ, എന്റെ പേര് രാമൻ. എന്റെ പത്നി ഞങ്ങളോടൊപ്പം വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ പഞ്ചവടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഞങ്ങൾ ഇരുവരും പർണശാലയിൽ ഇല്ലാതിരുന്ന ഘട്ടം നോക്കി ഏതോ രാക്ഷസന്മാർ ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്ത് സീതയെ തിരയുകയാണ്.
സീതയെ വീണ്ടെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാമൻ യാതൊരു മടിയുമില്ലാതെ ആ കുന്നിൻ പ്രദേശത്ത് തങ്ങളുടെ സാന്നിധ്യത്തിനുള്ള കാരണം വ്യക്തമായി വെളിപ്പെടുത്തി. രാമനെ അറിയാലോ ഇതാരാണെന്നൊക്കെ. ഒരെങ്കി ശബരി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. രാമൻ പറഞ്ഞു, എന്റെ പൂർവ്വവൃത്താന്തങ്ങളും കഥയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പറയാമെങ്കിൽ പറയൂ. ആ സഹോദരന്മാർ തന്റെ സ്വന്തം മതനായകന്മാരാണെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്റെ ബഹുമാനം അറിയിക്കുന്നതിന് വേണ്ടി വീണ്ടും അവരുടെ പാദങ്ങളെ നമസ്കരിച്ചു. എഴുന്നേറ്റ് അവരുടെ സന്നിധിയിൽ ഒരു ഭാഗത്തേക്ക് മാറി ഭക്തിയുടെയും ആനന്ദത്തിന്റെയും കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. ഒടുവിൽ ധൈര്യം സമാഹരിച്ചുകൊണ്ട് കൈകൂപ്പി ഇടറുന്ന സ്വരത്തിൽ ഹനുമാൻ പറയുകയാണ്, സ്വാമി, ഞാനൊരു മണ്ടനും അജ്ഞനുമാണ്. ഞാൻ ഇപ്രകാരം ചോദ്യം ചെയ്യാനുള്ള കാരണം അതാണ്. ഒന്നും വിചാരിക്കരുതേ. എന്റെ ധിക്കാരവും വിഡ്ഢിത്തവും പൊറുക്കണേ. അല്ലയോ രാജാധിരാജ, സാധാരണ മനുഷ്യരെ പോലെ അവിടുന്ന് എന്റെ പൂർവ്വവൃത്താന്തവും ഇപ്പോഴത്തെ സ്ഥിതിയും അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത് ന്യായമാണോ? അവിടുത്തെ മായാശക്തിയുടെ സ്വാധീനം മൂലം അങ്ങ് ആരെന്നറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ സ്വാമി. അവിടുന്ന് സർവശക്തനും അജയ്യനുമാണ്. ഭൃത്യന് യജമാനന്റെയോ പ്രഭുവിന്റെയോ നിലയിൽ എങ്ങനെ ആവാൻ കഴിയും? അവിടുത്തെ തന്ത്രത്താലും സൂത്രത്താലും സർവജീവികളും അധീനപ്പെടുത്തപ്പെട്ടവരും വ്യാമോഹിതരുമാണ്. എന്റെ സ്വാമി, സാക്ഷിയായിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്വാമി ആരാധിക്കുന്നതിലപ്പുറം ഒരു പ്രവർത്തനം ഞാൻ അറിയുന്നില്ല. സേവകൻ സ്വാമിയാൽ പാലിക്കപ്പെടുകയും കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ എന്തിനു പേടിക്കണം? സ്വാമിയുടെ പരാക്രമമാണ് സേവകന്റെ പരിച. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ചു. ഹനുമാന്റെ ദർശനത്തിൽ രാമൻ അത്യന്തം സന്തുഷ്ടനായി. അവിടുന്ന് ഹനുമാനെ ആശ്രയിച്ചു കെട്ടിപ്പിടിച്ചു. ഭഗവാൻ, നീ ലക്ഷ്മണനെ പോലെ എനിക്ക് പ്രിയനാണ് കേട്ടോ, പോരേതാ. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കഥയുടെ ചെറിയൊരു ചുരുക്കം. ലക്ഷ്മണനെ പോലെ. രാമൻ ഹനുമാൻ അടുത്ത് പിടിച്ചുയർത്തി നിർത്തി പ്രേമപൂർവ്വം തഴുകി ശിരസ് തലോടി കാലപ്രദേശവും മുഖവും മൃദുമായി സ്പർശിച്ചുകൊണ്ട് ലാളിച്ചു. ആര്? ശ്രീരാമചന്ദ്ര പ്രഭു ലോകൈകനാഥൻ ഈ ഹനുമാനെ ലാളിച്ചു എന്ന് പറയുന്നത്. രാമൻ പറഞ്ഞു, ഹനുമാൻ, എന്നെ സേവിക്കുന്നവരും സേവനമാണ് മോക്ഷത്തിന് പരമോന്നതമായ മാർഗമെന്ന് ചിന്തിക്കുന്നവരുമായ ഭക്തന്മാരിൽ ഞാൻ എന്റെ പ്രേമം വർഷിക്കുന്നുണ്ട് കേട്ടോ, പേടിക്കണ്ട. ഇത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, സ്വാമി, വനരാജാവായ സുഗ്രീവൻ പല പരിതസ്ഥിതികളും ജ്യേഷ്ഠനായ ഭാര്യയുടെ ശത്രുത്വത്തിന് വിഷയമായിരിക്കുന്നു. അപ്പം ഭാര്യയുടെ ഗംഭീരപ്പെട്ട ശത്രുവാണ് സുഗ്രീവൻ. അദ്ദേഹം രാജ്യഭ്രഷ്ടനുമായി നാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഈ കാട്ടിൽ താമസിക്കുകയാണ് പ്രഭു. അദ്ദേഹം അവിടുത്തെ സേവകനാണ്. അദ്ദേഹത്തെ അനുഗ്രഹിച്ചാലും അവമതിയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ചാലും പ്രഭു, ലക്ഷക്കണക്കിൽ വാനരന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ച് സീതാന്വേഷണം നടത്താനുള്ള പ്രാപ്തിയും അധികാര ശക്തിയും അദ്ദേഹത്തിനുണ്ട്. ശ്രീരാമചന്ദ്ര, വാനരന്മാരുടെ രാജാവാണ് അദ്ദേഹം. ആ ഉദ്യമത്തിൽ അദ്ദേഹത്തിന് വിജയം നേടാൻ കഴിയും. ഇതാണ് ഒരു പ്രഭു ഒരു ശിഷ്യനും തമ്മിലുള്ള ആ ഒരു സ്നേഹമന്ത്രി തമ്മിലുള്ള സ്നേഹബന്ധം കണ്ടോ? ഒന്നും പറയാൻ സുഗ്രീവൻ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. സുഗ്രീവന്റെ അനേക വിധമുള്ള വൈശിഷ്ട്യങ്ങളെയും പ്രാപ്തികളെയും പറ്റി വിശദമായി പറഞ്ഞു കേൾപ്പിച്ച് സുഗ്രീവനുമായി മൈത്രിയിലാകാൻ ഹനുമാൻ രാമനെ പ്രേരിപ്പിച്ചു. രാമൻ അതിന് സമ്മതിച്ചു. ഹനുമാൻ സുഗ്രീവനുള്ള മലനിരയുടെ മുകളിലേക്ക് രാമലക്ഷ്മണന്മാരെ ചുമരിലേറ്റി യാത്രയായി. ഇനിയിപ്പൊ അതുകൊണ്ട് സുഗ്രീവന് പ്രത്യേക അടയാളമൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. രാമലക്ഷ്മണന്മാരെ കണ്ട സമയത്ത് സുഗ്രീവനുണ്ടായ സന്തോഷം പറയാനില്ല. രാമൻ കാട്ടിലേക്ക് വന്നത് തന്റെ സമീപം എത്തിയത് തന്നെ അനുഗ്രഹിക്കാനാണെന്ന് സുഗ്രീവന് തോന്നി. അവർ സംസാരിച്ചും പരസ്പരം സഹാനുഭൂതി പ്രദർശിപ്പിച്ചും ഓരോരുത്തരുടെയും കഷ്ടാവസ്ഥയെ വിലയിരുത്തി. സഖിത്വത്തിന്റെ സാമാന്യമായ സ്നേഹപാശത്താൽ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടവരായി തോന്നി. സുഗ്രീവൻ രാമന്റെയും ലക്ഷ്മണന്റെയും പാദങ്ങളെ നമസ്കരിച്ചു. ആദരപൂർവമായ ആതിഥ്യം അർപ്പിച്ചു. കരുണാർദ്രതയുടെ മൂർത്തിമത്ഭാവമായ രാമൻ വാനര രാജാവിന്റെ ഭയത്തെ നശിപ്പിക്കുമെന്നും കഷ്ടപ്പാടുകൾ തീർക്കുമെന്നും ഉറപ്പുകൊടുത്തു. രാമന് വേണ്ടി സർവവും തന്റെ ജീവൻ പോലും ത്യജിക്കുമെന്ന് സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. എന്ത് വേണമെങ്കിൽ അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ് പ്രഭു എന്ന് പറഞ്ഞു.
ഈ അനശ്വര സഖ്യം യഥാവിധി നടന്നത് അഗ്നിസാക്ഷിയായിട്ടായിരുന്നു, വെറുതെ വാക്കുകൊണ്ട് ഇങ്ങനെ പറയലല്ല. കാരണം എല്ലാ ജീവികളുടെ ഹൃദയത്തിലും അഗ്നി ചൂടായും പ്രകാശമായി സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. അവബോധമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നി ഈ സഖ്യത്തെ ബാധിച്ചേക്കാവുന്ന ചഞ്ചലത്വത്തെയും അനുസരണയില്ലായ്മയും സമൂഹത്തിൽ ദഹിപ്പിച്ചു കളയും. വാസ്തവത്തിൽ അഗ്നിയാണ് രാമായണത്തിന്റെ മുഖ്യ ഘടകം. യാഗാഗ്നിയിൽ നിന്നും അഗ്നി ഭഗവാൻ കൊണ്ടുവന്ന അമൃതമധുരമായ പായസത്തിൽ നിന്നാണ് രാമൻ ജന്മം കൊണ്ടത്. സീതാരാമനെ പരിണയിച്ചത് അഗ്നിസാക്ഷിയായിട്ടാണ്. ലങ്ക അഗ്നിയാൽ നശിപ്പിക്കപ്പെട്ടു. രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് സൂക്ഷ്മ സത്യമായ സീതാതത്വം അഗ്നിയിലാണ് നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. രാമരാവണ യുദ്ധമാണെങ്കിലും അവസാനിച്ച് രാമൻ വിജയിയായതോടെ സീതയെ അഗ്നിയിൽ നിന്നാണ് വീണ്ടെടുത്തത്. അതുകൊണ്ട് അഗ്നിക്ക് അത്രമാത്രം ശക്തിയും ചൈതന്യം ഉണ്ടെന്ന് സ്വയം പറയുന്നതാണ്. ഇതൊക്കെ ഇവിടെ സംഭവിക്കണത്രേ. ഇവയിൽ നിന്നെല്ലാം സൂചിതമായ വസ്തുത അഗ്നിയുമായുള്ള ഓരോ ബന്ധവും രാമന്റെ ഹൃദയം ശുദ്ധീകരിക്കുകയും ദൂഷണരഹിതമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം രാമൻ പരമജ്ഞാനത്തിന്റെ പ്രതീകമാണ്, അവിടുന്ന് പരമധർമ്മത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് സുഗ്രീവനുമായുള്ള സഖ്യവും അഗ്നിസാക്ഷിയായി സ്ഥിരീകരിക്കുകയും പവിത്രീകൃതമാക്കുകയും ചെയ്തു. ലക്ഷ്മണൻ രാമനെ സംബന്ധിച്ച സത്യവും അവതാരത്തിന്റെ ലക്ഷ്യവും സുഗ്രീവന് വിവരിച്ചു കൊടുത്തു. അത് സുഗ്രീവന്റെ വിശ്വാസം ശക്തിപ്പെടുത്താനും സത്യം ദൃഢമാക്കാനും സാധിച്ചു. അതിനെ കൊണ്ട് അദ്ദേഹം സീതയെയും അവരുടെ ദിവ്യത്വത്തെയും സംബന്ധിച്ചും സുഗ്രീവന് വിവരിച്ചു കൊടുത്തു. മിഥില രാജാവിന്റെ പുത്രിയാണ്. അതുകൊണ്ട് അക്ഷീണമായ മഥനം അല്ലെങ്കിൽ സാധന കൊണ്ട് മാത്രമേ അവരെയും അവരുടെ അനുഗ്രഹവും നേടാൻ കഴിയൂ. ഇത് കേട്ട് സുഗ്രീവൻ തീവ്രമായ പാപ പശ്ചാത്താപത്താൽ കണ്ണീരൊഴിച്ചു. എന്തേ പശ്ചാത്താപം എന്തിനായിരുന്നു? ഞാനന്ന് എൻ്റെ പ്രഭുവിന്റെ പത്നിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഒരു ദിവസം ഞാൻ എൻ്റെ മന്ത്രിമാരുമായി കാര്യവിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തിൽ നിന്ന് രാമാ രാമ എന്ന വിലാപം കേട്ടു. ഞങ്ങൾ ഈ അസാധാരണമായ രംഗം ദർശിച്ചു കൊണ്ടിരിക്കെ ഞങ്ങൾ നിന്നയിടത്തേക്ക് വസ്ത്രത്തിൽ പൊതിഞ്ഞൊരു കെട്ട് എറിയപ്പെടുകയുണ്ടായി. അത് ആഭരണങ്ങളുടെ ഭാണ്ഡമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് അവികലവും സുരക്ഷിതവുമായ വിധം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പ്രഭു. രാവണൻ എന്ന രാക്ഷസൻ അവരെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത. കാരണം രാവണൻ ചെയ്തിട്ടില്ലാത്ത അധർമ്മങ്ങളൊന്നുമില്ല. ഈ ഘോരകൃത്യം ചെയ്തുവെന്ന് സംശയിക്കുന്ന രാക്ഷസനോർത്ത് സുഗ്രീവൻ പല്ല് ഞെരിച്ചു. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ആഭരണങ്ങളുടെ പൊതി കാണാൻ രാമൻ ആഗ്രഹിച്ചു. ഉടൻ സുഗ്രീവൻ തന്നെ എഴുന്നേറ്റ് പോയി ഗുഹയിൽ രഹസ്യമായി വെച്ചിരുന്ന ആഭരണം എടുത്ത് രാമന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. കൈകേയി സീതക്ക് നൽകിയ മരവുരിയുടെ ഒരു കഷണത്തിലായിരുന്നു ആഭരണം കെട്ടി പൊതിഞ്ഞിരുന്നത്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ കണ്ണീർ തൂകി. ലക്ഷ്മണൻ ദുഃഖാധീനനായി കണ്ടപ്പോൾ സുഗ്രീവനും ഹനുമാനും ദുഃഖിതരായി തീർന്നു. രാമൻ ഭാണ്ഡം അഴിച്ചു. ആഭരണങ്ങൾ പുറത്തെടുത്തു. അവ സീതയുടെ തന്നെയോ എന്ന് പരിശോധിക്കാൻ ലക്ഷ്മണന് കൊടുത്തു. തനിക്കത് തിരിച്ചറിയാനാവില്ല. എനിക്കറിയാവില്ല ജ്യേഷ്ഠ. ഞാൻ അമ്മയുടെ സീതാദേവിയുടെ ആഭരണങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. കാരണം ഒരിക്കലും അദ്ദേഹം സീതയെ നോക്കിയിരുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞു, ദേവി ധരിച്ചിരുന്ന കാൽവിരൽ മോതിരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാ ദിവസവും ആ പാദങ്ങൾ നമസ്കരിക്കുമ്പോൾ ഞാനവ കാണാറുണ്ട്. അതെ, ഇവ ജ്യേഷ്ഠത്തെ ധരിച്ചിരുന്ന കാൽവിരലിലെ മോതിരങ്ങളാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ദേവിയുടെ പിന്നിൽ ആ കാലടിപ്പാടുകളിൽ കൂടിയാണല്ലോ നടക്കാറ്. അവിടുത്തെ എന്ന് മുമ്പിലാണ് നടക്കുക അമ്മ ദേവി. ഞാൻ ദേവിയുടെ പിന്നിലും. സീതാമാതാവിന്റെ കാലടികൾ സൂക്ഷിച്ചു കൊണ്ടാണ് ഞാൻ നടക്കാറ്. അതുകൊണ്ടാണ് ഈ മോതിരങ്ങൾ എനിക്ക് സുപരിചിതങ്ങളായത് എന്ന് പറഞ്ഞു. സീത എറിഞ്ഞ ആഭരണങ്ങൾ കണ്ടിട്ട് രാമലക്ഷ്മണന്മാർ ദുഃഖിതരാവുന്ന ഭാഗം അവർ അഭിനയിക്കുന്ന സമയത്ത് സുഗ്രീവനും ഹനുമാനും ആ സഹോദരന്മാരെ ആകാംക്ഷാപൂർവ്വം നോക്കി. ഭയങ്കര അഭിനയായിരുന്നു രണ്ടുപേർക്കും. സുഗ്രീവന് അവരുടെ ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, സ്വാമി, ദുഃഖിക്കരുതേ. ഇന്ന് തന്നെ ഞാൻ ദേവി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കാം. ദുഷ്ടനായ രാവണനെ നിഗ്രഹിച്ച് ഞാൻ സീതയെ വീണ്ടെടുക്കും. അങ്ങനെ ഇരുവരെയും സന്തുഷ്ടരാക്കും. ഇതെന്റെ വാഗ്ദാനമാണ്, എന്റെ പവിത്രമായ പ്രതിജ്ഞയാണ് പ്രഭു. ഈ പ്രതിജ്ഞ കേട്ടപ്പോൾ രാമൻ അത്യന്തം സംതൃപ്തി പ്രകടിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, തലസ്ഥാന നഗരിയിൽ താമസിക്കാതെ താങ്കൾ ഈ കാട്ടിൽ ഇങ്ങനെ കഴിയുന്നതിന്റെ കാരണം കൂടി എന്നോട് വിശദമായിട്ട് പറയും. പേടിക്കണ്ട, പറഞ്ഞോളൂ. ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ മാലയിൽ പുഷ്പങ്ങൾ കോർത്ത പോലെ, ജപമാലയിൽ മണികൾ കോർത്ത പോലെ അനുക്രമമായ സംഗതികൾ സംക്ഷേപ രൂപത്തിൽ പറയുകയാണ്.
മാതാപിതാക്കന്മാർ ആര്? ശരിയായ വാസസ്ഥാനം ഏത്? താനും തന്റെ ജ്യേഷ്ഠനും തമ്മിൽ ശത്രുത്വം ഉണ്ടാവുന്നതിനും അത് വർദ്ധിച്ചു വരുന്നതിനും കാരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ഒന്നും വിട്ടുകളയാതെ രാമനെ അറിയിച്ചു സുഗ്രീവൻ. സുഗ്രീവന്റെ കഥ ഏറെക്കുറെ തന്റെ കഥയുമായി സാദൃശ്യമുള്ളതായി രാമന് തോന്നി. പ്രത്യേകിച്ച് ഭാര്യാവിരഹവും രാജ്യത്തിൽ നിന്നുള്ള ഭ്രഷ്ടും. സുഗ്രീവൻ സത്യസന്ധനും ന്യായസ്ഥനുമാണെന്നും സഹോദര ഭാര്യയെ തട്ടിയെടുത്ത വാനര ധർമ്മങ്ങൾക്ക് പോലും നിരക്കാത്ത അപരാധത്തിന് ബാലി ശിക്ഷ അർഹിക്കുന്നുവെന്നും രാമന് തോന്നി. അദ്ദേഹം പറഞ്ഞു, തന്റെ ജനനത്തെ സംബന്ധിച്ച് കഥ പറയാൻ രാമൻ സുഗ്രീവനോട് ആവശ്യപ്പെട്ടു. സുഗ്രീവൻ തന്റെ ജനന കഥയും പറയാൻ തുടങ്ങി. എന്റെ മുഴുവൻ ഗോത്രത്തിന്റെ ഉത്ഭവങ്ങളുടെയും ഭഗധേയങ്ങളുടെയും ചരിത്രം ഈ പാദത്തിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭു. ഒരിക്കൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഒരു വാനര രൂപം സൃഷ്ടിച്ചു. അതിന് ധാരാളം ശക്തി നൽകിയിരുന്നു. പക്ഷെ എന്നും അത് ചഞ്ചല സ്വഭാവമുള്ളതായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മാവ് അതിന് വൃക്ഷരാജൻ എന്ന് പേരിട്ടു. എവിടെയാണ് താൻ താമസിക്കേണ്ടതെന്നത് സൃഷ്ടാവോട് അന്വേഷിച്ചു. ബ്രഹ്മദേവനോട് ബ്രഹ്മാവ് പറഞ്ഞു, കാട്ടിൽ കഴിഞ്ഞോളൂ. കാരണം അവിടെ നിനക്ക് നിന്റെ ചപലതക്കനുസരിച്ച് നീങ്ങാം. നീ ഒരു രാക്ഷസനെ പിടിച്ചാൽ അവനെ കൊല്ലൂ. അവന്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ആ പ്രദേശത്തെ രക്ഷിക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു. വൃക്ഷരാജൻ അങ്ങനെ ദക്ഷിണ പ്രദേശത്തേക്ക് കുടിയേറി. ബ്രഹ്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ദിവസം വൃക്ഷരാജൻ ഒരു തടാകത്തിൽ ഇറങ്ങി ദാഹം തീർക്കാൻ ശ്രമിച്ചു. നിർമ്മല ജലത്തിന്മേൽ അവന്റെ മുഖം അടുപ്പിച്ചപ്പോൾ തന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടു. അയ്യോ, ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പാവം. അവൻ വളരെ അസ്വസ്ഥനായി. കാരണം തന്റെ ശത്രു തടാകത്തിൽ തന്നെ പിടിക്കാൻ കാത്തുകൊണ്ട് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. പാവം. വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് കരയിൽ കയറുമ്പോൾ പിടിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി അവൻ കരക്കയറി. പക്ഷേ പ്രതിബിംബം എങ്ങനെ കരക്കയറലി? അവൻ വെള്ളത്തിലിറങ്ങി, വീണ്ടും ഗർജിച്ചു. അപ്പോൾ ശത്രുവും ഗർജിച്ചു. അവൻ പല്ലിഞ്ഞേറ്റപ്പോൾ ശത്രുവും പല്ലിഞ്ഞേറ്റു. അങ്ങനെ എല്ലാ ശബ്ദങ്ങളും ഒരു ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലെ തന്നെ ഒരു ഗോഷ്ഠിക്കളി ഇയാൾ കളിച്ചു എന്നർത്ഥം. ഒടുവിൽ സ്വയം നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ എതിരാളിയെ ഞെക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വൃക്ഷരാജൻ തടാകത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ വൃക്ഷരാജൻ സ്ത്രീയായി മാറി. ഓരപൂരം അത്ഭുതസ്തബ്ധയായി അവൾ കരയ്ക്ക് വന്നു. സൂര്യന്റെ നേരെ തിരിഞ്ഞ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. വളരെ മനോവേദനയോടുകൂടി അവൾ ഇന്ദ്രനോടും പ്രാർത്ഥിച്ചു. സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കൊരു പുത്രനുണ്ടായി. അതാണ് സുഗ്രീവൻ, സൂര്യപുത്രൻ. ഞാൻ ഇന്ദ്രന്റെ അനുഗ്രഹം വഴി അവൾക്ക് മറ്റൊരു പുത്രൻ ജനിച്ചു, എന്റെ ജ്യേഷ്ഠനായ ബാലി. ഈ രണ്ട് കുട്ടികളും പിറന്ന ഉടനെ തന്നെ അവൾ വൃക്ഷരാജനായി വീണ്ടും മാറി. ഈ കുട്ടികളുണ്ടായി. ഒരുത്തം പോയി ഒരുത്തി പറ്റി ഇരുവരും കരുദ്ധരും വിരുദ്ധരിൽ ഒരുവന്റെ ബന്ധുവിന്റെ ശത്രുവിന്റെ പുറത്തെ ചുട്ടരിച്ചോന്റെ അച്ഛന്റെ വരവും കാത്തിരിക്കുകയാണ് ഞാൻ. പണ്ടൊരാള് അരയാൽ ഇങ്ങനെ കാറ്റ് കൊള്ളാനിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണിത് കഥ. എന്റെ ജ്യേഷ്ഠനായ ബാലി ഈ രണ്ട് കുട്ടികളും പിറന്ന ഉടനെ തന്നെ അവൾ വൃക്ഷരാജനായി വീണ്ടും മാറി. വൃക്ഷൻ ഈ രണ്ട് കുട്ടികളെയും എടുത്ത് ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് തന്റെ മുഴുവൻ കഥയും ബ്രഹ്മാവിനെ അറിയിച്ചു. ബ്രഹ്മാവിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു: ഹേ ബാലി, സുഗ്രീവന്മാരെ ദക്ഷിണ പ്രദേശത്ത് പോയി കിഷ്കിന്ധയിൽ സ്ഥിരതാമസമാക്കൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേര് വിളിച്ചു. വിശ്വൈകനാഥനും വിശ്വംഭരനും നിരവധി നാമധേയങ്ങളാൽ അറിയപ്പെട്ടവനുമായ പരമ്പൊരുള് രഘുരാജവംശത്തിൽ ദശരഥ ചക്രവർത്തിയുടെ പുത്രനായി രാമൻ എന്ന പേരിൽ ജനിക്കും. ഋതുരാജനനുസരിച്ച് അവിടുന്ന് കാട്ടിലേക്ക് വരും. അനേകം അമാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അദ്ദേഹം. ഒരു കേവല മനുഷ്യനെ പോലെ പെരുമാറുകയും ചെയ്യും. സഞ്ചാരത്തിനിടയിൽ രാമൻ നിന്റെ ആവാസസ്ഥാനമായ കിഷ്കിന്ധയിലെത്തും. നീയുമായി മൈത്രി ബന്ധം സ്ഥാപിക്കും. അവിടുന്ന് സംസാരിക്കുന്നത് കേട്ടും പാദങ്ങൾ സ്പർശിച്ചും ദിവ്യമായ ദർശന ഭാഗ്യം നേടുക. ആരോട് പറഞ്ഞത്? എന്നോട് പറഞ്ഞു. അതുവഴി നിങ്ങളുടെ ജീവൻ അനുഗ്രഹീതമാവുകയും ചെയ്യുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ബ്രഹ്മാവിന്റെ ശബ്ദം ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ മുമ്പാകെയുള്ള അഭ്യുദയ സംഭാവ്യതയെപ്പറ്റി ഞങ്ങൾ സന്തുഷ്ടരായി. ഞങ്ങൾ ജപമോ തപസ്സോ കർമ്മമോ യജ്ഞമോ ഒന്നും ചെയ്തില്ല. ആ ദിവസം ഞങ്ങളിൽ ബ്രഹ്മാവ് ചൊരിഞ്ഞ അനുഗ്രഹത്തിന്റെ ഫലമായിരുന്നു ഞങ്ങളുടെ സിദ്ധിയും കഴിവും എല്ലാം. ആ ശബ്ദം നിലച്ചപ്പോൾ ബ്രഹ്മദേവനിൽ മനസ്സാ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കിഷ്കിന്ധയിലെത്തി. രണ്ടുപേരും അവിടെ കാടുകളിൽ താമസക്കാരായിരുന്ന രാക്ഷസന്മാരെ ഞങ്ങൾ നശിപ്പിച്ചു.
ഒരു ദിവസം എൻ്റെ പുത്രനായ മായാവി എന്നൊരു രാക്ഷസൻ ഞങ്ങളോട് പകരം വീട്ടാൻ വന്നു. അർദ്ധരാത്രിയിലായിരുന്നു അവന്റെ ആക്രമണം. അവൻ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു. ശത്രുവിന്റെ ഈ ധിക്കാരം ഒരു നിമിഷം പോലും സഹിക്കാൻ എൻ്റെ ജ്യേഷ്ഠന് സാധിച്ചില്ല. ബാലിതന്റെ സർവശക്തികളോടും കൂടി അവൻ ആക്രമിച്ചു. മായാവിയെ. മായാവി പേടിച്ചോടി. അവനൊരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ബാലി അവസാനം അവനെ അനുധാവനം ചെയ്തു. ബാലിയുടെ പിന്നിലായി ഈ ദുഷ്ടരാക്ഷസനെ അന്വേഷിക്കുന്നതിൽ ഞാനും ഉണ്ടായിരുന്നു പ്രഭു. അപ്പോ മായാവി ഒളിച്ചിരുന്ന ഗുഹയിൽ ജ്യേഷ്ഠൻ കടക്കുമ്പോൾ എന്നോട് നിർദ്ദേശിച്ചു, അനുജ, ഞാൻ ശത്രുവിനെ കൊല്ലാനായി ഗുഹയിൽ കയറുകയാണ്. അവൻ രക്ഷപ്പെടാതിരിക്കാൻ ഈ പ്രവേശന ദ്വാരത്തിൽ കാവൽ നിൽക്കണം. എത്ര സമയത്തോളം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 15 രാവും 15 പകലും. അത്രയും കാലം ഇവിടെ ജാഗ്രതയായി കാവലിരിക്കണം. ഞാൻ 16-ാം ദിവസം പുറത്തു വരുന്നില്ലെങ്കിൽ അവൻ എന്നെ കൊന്നുവെന്ന് ധരിച്ചോളൂ. അപ്പോൾ നിനക്ക് മടങ്ങിപ്പോകാം. പാല് വരുന്നുണ്ടെങ്കിൽ ശത്രു, ചോര വരുന്നുണ്ടെങ്കിൽ ഞാൻ. ഇങ്ങനെയാണ് മരിച്ചതെന്ന് തീരുമാനിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തികച്ചും 30 ദിവസം അവിടെ കാവൽ നിന്നു. അപ്പോഴേക്കും എൻ്റെ ജ്യേഷ്ഠൻ്റെതാണെന്ന് എനിക്ക് തോന്നിയ രക്തത്തിന്റെ ഗന്ധം ഗുഹയിൽ നിന്നും പുറത്തേക്ക് പുറപ്പെട്ടു. മായാവി ജീവനോടുകൂടി പുറത്തേക്ക് വരുമെന്ന് ഞാൻ ഭയന്നുപോയി. ഞാനൊരു വലിയ പാറക്കല്ല് കൊണ്ട് ആ ഗുഹാമുഖം അടച്ചു. ഇനിയും കാത്തിരിക്കുന്ന വിഡിത്തമാണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി പ്രഭു. എൻ്റെ കൂട്ടുകാരെയും ശുഭകാംക്ഷികളെയും മറ്റും വിളിച്ചുകൂട്ടടുത്ത നടപടിയെപ്പറ്റി ആലോചന നടത്തി. അജയ്യനായ ബാലിയെ കൊല്ലാൻ കഴിഞ്ഞ മായാവി തീർച്ചയായും അസാമാന്യ പരാക്രമിയായ ശത്രുവാണെന്ന് തോന്നി. അങ്ങനെ നിരന്തരമായ ഭയത്തിൽ ഞങ്ങൾ നാളുകൾ കഴിച്ചു കൂട്ടി പ്രഭു. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശത്രുക്കളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആപൽക്കാലത്ത് തങ്ങൾക്കൊരു നേതാവില്ലാതെ കഴിയുന്നത് അപകടമാണെന്ന് തലസ്ഥാന നഗരിയിലെ നിവാസികൾക്ക് തോന്നി. ഭാര്യ അന്തരിച്ചതിനാൽ ആ സ്ഥാനം ഞാൻ സ്വീകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. ഞാൻ കുറേ ഒഴികഴിവ് പറഞ്ഞു നോക്കി. അധികാരം വേണ്ട എനക്ക് എന്നൊക്കെ പറഞ്ഞു ഞാൻ. അത് അധികാരം ഏറ്റെടുക്കാൻ എനിക്ക് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല പ്രഭു. പക്ഷെ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ടത് സ്വീകരിപ്പിച്ചു. ഇത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ അതാ വരുന്നു എൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹം മായാവിയെ വധിച്ചിരുന്നു. സിംഹാസനത്തിൽ എന്നെ കണ്ടപ്പോൾ വാലി അനിയന്ത്രിതമായ രോഷം കൊണ്ട് ഉജ്ജ്വലിച്ചു. ആ ഗുഹാമുഖം ഞാൻ കല്ലിട്ടടച്ചത് ജീവനോടെ പുറത്തു വരുന്നതിൽ നിന്നും തന്നെ തടയാനാണെന്നും എന്നിൽ അടിച്ചേൽപ്പിച്ച ഭരണകർത്താവിന്റെ സ്ഥാനം ഞാൻ ബോധപൂർവം കൈക്കലാക്കാൻ ശ്രമിച്ചതാണെന്നും ബാലി തീരുമാനിച്ചു. അദ്ദേഹം പകരം വീട്ടാൻ തീർച്ചയാക്കി. ഞാൻ ഏറ്റവും നിന്ദ്യൻ എന്ന നിലയിൽ അദ്ദേഹം എന്നോട് പെരുമാറി തുടങ്ങി. ഏറ്റവും ലഘുവായ കുറ്റത്തിനോ തെറ്റിനോ പോലും കുറ്റം ചുമത്തുവാൻ ആരംഭിച്ചു. എന്റെ എല്ലാ അധികാരങ്ങളും പദവികളും അദ്ദേഹം എടുത്തു കളഞ്ഞു. പരിചാരകനേക്കാൾ താഴ്ന്ന നിലയിൽ ഞാൻ പരിഗണിക്കപ്പെട്ടു. കുടുംബഗൃഹത്തിൽ നിന്നും എന്നെ പുറത്താക്കി എന്റെ ഭാര്യയെ അദ്ദേഹം കൈവശപ്പെടുത്തുകയും ചെയ്തു പ്രഭു. ഒരു ദിവസം എന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ബാല എന്നോട് ഭയങ്കരമായി യുദ്ധം ചെയ്തു. ആക്രമണം തടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കിഷ്കിന്ധ വിട്ട് ഇവിടെ അഭയം തേടി. എന്നെ സഹായിക്കുന്നവരോ എന്നോട് മിത്രത്വേന വർത്തിക്കുന്നവരോ അവിടെ താമസിക്കാൻ പാടില്ലെന്ന് ബാലി നിർബന്ധിച്ചതിനാൽ അവരും അവിടം വിട്ട് എന്നോടൊപ്പം ഇവിടെ താമസിക്കുന്നു. ഭാര്യ എന്നോടൊപ്പം വരാൻ വളരെ ശ്രമിച്ചു നോക്കി. പക്ഷേ എത്ര അപേക്ഷിച്ചിട്ടും അദ്ദേഹം അവളെ അതിനനുവദിച്ചില്ല പ്രഭു. അവളോട് ഭാര്യയോടെന്ന വിധം പെരുമാറി. തന്റെ ദുഃഖകഥ വിവരിക്കുമ്പോൾ സുഗ്രീവന്റെ കണ്ണിൽ നിന്നും കുടുകുടാ ബാഷ്പം ഒഴുകിയായിരുന്നു. രാമൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു, സഹാനുഭൂതി പ്രദർശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം എന്നും ശത്രുക്കളെ നിന്നും കാത്തിക്കൊള്ളുമെന്നും ഒരിക്കൽ കൂടി ഉറപ്പ് കൊടുത്തു. പിന്നീട് സുഗ്രീവൻ പറഞ്ഞു, ഞാൻ സുരക്ഷിതനായി ഈ കുന്നിന്മേൽ താമസിക്കുന്നത് പ്രതികാരമോഹിയായ ബാലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ്. ഒരു മഹർഷിയുടെ ശാപം മൂലം ബാലിക്ക് ഇവിടെ കയറാനാവില്ല. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിനെത്രയോ മുമ്പേ ബാലിയുടെ കയ്യാൽ ഹതനാകുമായിരുന്നു. അപ്പൊ രാമൻ അന്വേഷിച്ചു, സ്നേഹിത, ബാലിക്ക് ശാപം ലഭിച്ചത് എങ്ങനെയെന്നുള്ളതും കൂടി എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ സുഗ്രീവൻ നാളെ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കേൾപ്പിക്കട്ടെ. ഇന്ന് നമുക്ക് പറഞ്ഞ ഭാഗമൊക്കെ ആ പാദപത്മങ്ങളെ സമർപ്പിച്ച് മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്ത വേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാമോഹന രൂപായ പുണ്യശ്ലോകായ മംഗളം.